Listen. Agriculture. Wheat, maize, jowar and pulses are the major crops grown in the desert region. കൃപ എക്സാം പറഞ്ഞിരുന്നോ? മൺഡേ ആയിരുന്നില്ലേ പറഞ്ഞത്? മൺഡേ അല്ലേ? കഴിഞ്ഞ മൺഡേ അല്ലായിരുന്നോ പറഞ്ഞിരുന്നത്? ഇന്നാണോ? ഇന്ന് എക്സാം പറഞ്ഞിരുന്നോ? ആദിദേവേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. തിങ്കളാഴ്ചയായിരുന്നു. ആ യെസ്, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പറഞ്ഞത്. അത് കർക്കിടക വാവായതുകൊണ്ട് നമുക്ക് ലീവായിരുന്നു അല്ലേ? ആ മൺഡേ വാസ് ലീവ് ബിക്കോസ് കർക്കിടക വാവ് അല്ലേ? സോ എക്സാം വിൽ ബി ഓൺ നെക്സ്റ്റ് മൺഡേ, നോട്ട് ടുഡേ. ഓക്കെ, നെക്സ്റ്റ് മൺഡേ വി വിൽ ഹാവ് ആൻ എക്സാം ഓഫ് സോഷ്യൽ. ഓക്കെ കൃപ? യെസ്. Then agriculture. Wheat, maize, jowar and pulses are the major crops grown in the desert region. The desert soil is fertile. Thus, wherever for the land is irrigated, crops can be grown. For this reason, the Indira Gandhi Canal has been constructed. എന്താ പറഞ്ഞത്? എന്താ ഇതിൽ പറയുന്നേ? നോക്കാം. Then main agriculture in Rajasthan. നമ്മൾ പറഞ്ഞു Rajasthan is a beautiful state. Then east part of Rajasthan densely populated ആണ്. West part of Rajasthan located Thar desert or Great Indian desert അല്ലേ? Then natural vegetation നമ്മൾ അവിടുത്തെ പറഞ്ഞതാണ് cactus, babul, then date palm etc. are the natural vegetation in Rajasthan. Then agriculture നോക്കുക. അവിടുത്തെ കൃഷി എന്തൊക്കെയാണ്? Wheat, maize, jowar and pulses are the main crops grown in the desert region. അതായത് ഡെസേർട്ടിൽ ഉണ്ടാവുന്ന മെയിൻ ആയ ക്രോപ്സ് എന്ന് പറയുന്നത് വീറ്റ്, മെയ്സ്, ജോവർ, പൾസസ് എക്സെട്ര. അപ്പൊ മെയിൻ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ ഡെസേർട്ട് റീജിയൻ ആർ വീറ്റ്, മെയ്സ്, ജോവർ ആൻഡ് പൾസസ്. ദ ഡെസേർട്ട് സോയിൽ ഈസ് വെരി ഫെർട്ടൈൽ. അതായത് ഡെസേർട്ടിലുള്ള മണ്ണ് എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ ആണ്. ഡെസേർട്ട് സോയിൽ ഈസ് വെരി ഫെർട്ടൈൽ. Thus, wherever the land is irrigated, crops can be grown. അതായത് വെള്ളം നനയ്ക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ എവിടെയാണോ the place is suitable for irrigation, that places people cultivated different crops. Okay, അപ്പൊ നമ്മുടെ ഇറിഗേഷൻ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളില് അവിടെ എന്ത് ചെയ്യും? കൃഷി നടത്തും. അപ്പൊ അവിടെ വളരെ നല്ല ഫെർട്ടൈൽ സോയിൽ ആയതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം വിളവ് കിട്ടുന്ന പറയുന്നത്. ഇനി for this reason the Indira Gandhi Canal has been constructed. നമ്മൾ പറഞ്ഞു where the place is suitable for cultivation അല്ലെങ്കിൽ where the place suitable for irrigation, that places is very useful to cultivation. അതായത് അത് നല്ല കൾട്ടിവേഷന് പറ്റിയ സ്ഥലമാണ്, ഇറിഗേഷൻ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ കൾട്ടിവേറ്റ് ചെയ്താൽ നല്ല കൾട്ടിവേഷൻ ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവിടെ എന്ത് കൺസ്ട്രക്ട് ചെയ്തു? ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാൽ has been constructed for irrigation. മനസ്സിലായോ? അപ്പൊ മെയിൻ ക്രോപ്സ് ഓർ മെയിൻ അഗ്രികൾച്ചർ ആർ മെയ്സ്, വീറ്റ്, ജോവർ ആൻഡ് പൾസസ്. Then desert soil is very fertile. So Indira Gandhi Canal constructed here for irrigation. Okay. Kripa Mary Abraham, listen. Susan Fatima, please listen. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? നമ്മളെ മെയിൻ ആയ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ക്രോപ്സ് എന്ന് പറഞ്ഞത് വീറ്റ്, മെയ്സ്, ജോവറും പൾസസും ആണ്. പിന്നെ അവിടെ ഡെസേർട്ട് സോയിൽ ഫെർട്ടൈൽ ആണ്. ഫെർട്ടൈൽ ആയതുകൊണ്ട് അവിടെ ഇന്ദിരാഗാന്ധി കനാല് നിർമ്മിച്ചു. എന്തിനു വേണ്ടി? വെള്ളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ അവിടെ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്, കൾട്ടിവേഷൻ നടക്കും എന്നുള്ളത് കൊണ്ട് ഇന്ദിരാഗാന്ധി കനാൽ അവിടെ കൺസ്ട്രക്ട് ചെയ്തു ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ, ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ. Rearing sheep and goats is an important occupation in the desert region. The animals need grass to eat. Hence, the owners have to move with the herd of cattle from place to place in search of food. Such people are called nomads. They do not have a permanent home. Main occupation in desert people is rearing sheep and goats. ആടിനെയും പശുക്കളെയൊക്കെ വളർത്തുന്നതാണ്
ആരുടെ ജോലി? ഈ ഡെസേർട്ടിലുള്ള ജനങ്ങളുടെ ജോലി. റിയറിംഗ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഓക്യുപ്പേഷൻ ഇൻ ദ ഡെസേർട്ട് റീജിയൻ. ദ ആനിമൽസ് നീഡ്സ് ഗ്രാസ്. അതായത് ആടിനെയൊക്കെ വളർത്തുമ്പോൾ എന്ത് വേണം? ആനിമൽസ് നീഡ്സ് ഗ്രാസ് ടു ഈറ്റ്. ദെൻ the owners of goats and animals have to move from one town to another. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കറിയാം മരുഭൂമിയിൽ ഒരുപാട് പുല്ലൊന്നും ഉണ്ടാവില്ല അല്ലേ? Natural vegetation is very less in desert region. So the owners of goats and sheep go from one town to another to find the food for their goats. അതായത് അവരുടെ ആടിന് കൊടുക്കാൻ വേണ്ടിയുള്ള പുല്ലിന് വേണ്ടി അവരെന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകും അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ഇത് നോമാഡ്സ്. എന്താ പറയാ? നോമാഡ്സ്. അപ്പൊ എന്താ നോമാഡ്സ് എന്ന് പറഞ്ഞാല്? In the desert region, people's main occupation is rearing sheep and goats. Then owners of the sheep and goats travel from one city to another or one town to another for find the food for the goats. അത് അവരുടെ ആടിന് കൊടുക്കാനുള്ള ഫുഡ് അല്ലെങ്കിൽ പുല്ല് അന്വേഷിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ നടക്കുന്ന ആടുകളിനെയൊക്കെ വളർത്തി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് യാത്ര ചെയ്ത് ആടുകൾക്കുള്ള പുല്ല് കണ്ടെത്തുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഇത് നോമാഡ്സ്. എന്താ പറയാ? നോമാഡ്സ്. They do not have a permanent home. ഇവർക്ക് എന്തുണ്ടാവില്ല? ഒരു പെർമനന്റ് ഹോം ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? അവർ ഇന്നൊരു സ്ഥലത്ത് നിന്നാൽ നാളെ വേറൊരു സ്ഥലത്തായിരിക്കും അല്ലെ? അവരവരുടെ ആടിന്റെ കൂട്ടത്തോടെ ആടിനെ കൊണ്ട് പോകും. എന്നിട്ട് ഇന്ന് ഇവിടുന്ന് പുല്ല് കൊടുത്ത് എന്ത് ചെയ്യും? വൈകുന്നേരം ആകുമ്പോൾ അവിടെ കിടന്നു. നെക്സ്റ്റ് ഡേ they will start the journey to find the food for their sheep. അവരുടെ ആടിന് കൊടുക്കാനുള്ള പുല്ലിന് വേണ്ടി പിന്നെ അവർ ആ സ്ഥലത്ത് നിന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ കുറെ കാലങ്ങൾ ശേഷമായിരിക്കും അവർ വീണ്ടും മറ്റുള്ള ആ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുക. മനസ്സിലായോ? അവരെ പറയുന്ന പേരാണ് എന്ത്? നോമാഡ്സ്. നോമാഡ്സിന് പെർമനന്റ് ആയിട്ട് എന്തില്ല? ഹോം ഇല്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് the main occupation in the desert people rearing sheep and goats. Then the owners of the sheep and goats travel from one place to another to find the grass, find the food for the sheep. These people are known as nomads. These people are known as nomads. ഇവരെയാണ് നമ്മൾ എന്ത് പറയും? നോമാഡ്സ് എന്ന് പറയും. പുല്ല് അന്വേഷിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവർക്ക് പെർമനന്റ് ഹോം ഇല്ലാത്ത ഈ ആടുകളൊക്കെ വളർത്തുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് നോമാഡ്സ്. These nomads do not have permanent home. അവർക്ക് എന്തില്ല? സ്ഥിരമായ ഒരു വീട് ഇല്ല. Then some nomads are blacksmiths. They make pots, pans and iron tools. They travel through villages selling these goods. These nomads are called banjaras. എന്താ പറഞ്ഞേ? Some nomads are blacksmiths. എന്താ blacksmith എന്ന് പറഞ്ഞാല്? കൊല്ലന്മാരില്ലേ? നമ്മള് കത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ? കത്തിയും തൂമ്പയൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കാറില്ലേ? അവരെയാണ് നമ്മള് blacksmith എന്ന് പറയാം. ഇപ്പൊ some nomads are blacksmiths. These blacksmiths make pots, pans and iron tools. Some nomads are blacksmiths. These blacksmiths make pots, pans, iron tools, etc. They travel through villages. These nomads travel from one place to another. എന്തിനു വേണ്ടിയാ? one place to another, selling their goods. അവരുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നോമാഡ്സിനെ പറയാണ് ബെഞ്ചാരാസ്. എന്താ പറയാ? ബെഞ്ചാരാസ്. അപ്പൊ ലിസൺ, നോമാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഞ്ചാരാസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. We got two new words, nomads and banjaras. What is nomads and what is banjaras? എന്താ നോമാഡ്സ് എന്ന് പറഞ്ഞാല്? Nomads are the owners of goats. These people travel from one place to another to find the food of the sheep. അവരുടെ ആടിന് വേണ്ടി പുല്ല് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ആടിനെ വളർത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ നോമാഡ്സ് എന്ന് പറയാ. They do not have permanent home. അവർക്ക് ഒരിക്കലും സ്ഥിരമായ ഒരു വീടില്ല. അവർ ഇന്ന് ഇവിടെ താമസിച്ചാൽ നാളെ അടുത്ത സ്ഥലത്തായിരിക്കും. ഇനി ബെഞ്ചാരാസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ some nomads are blacksmiths. ഈ ഇങ്ങനെയുള്ള നോമാഡ്സ് കൊല്ലന്മാരായിരിക്കും, മിക്കതും ബ്ലാക്ക് ആയിരിക്കും. These blacksmiths made pan, iron tools, pots, etc. ഇവരിങ്ങനെ പാനും പിന്നെ അയൺ കൊണ്ടുള്ള ഉപകരണങ്ങളും പോട്ട്സ് കുടങ്ങളും പാത്രങ്ങളും ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? These nomads
traveling one place to another to selling their goods. ഇവരുടെ ഈ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരുണ്ടാക്കിയ സാധനം വിൽക്കാൻ പോകുന്ന നോമാഡ്സിനെ പറയുന്ന പേരാണ് ഇത് ബഞ്ചാരാസ്. കിട്ടിയോ? So banjaras, what is banjaras? Banjaras, some nomads are blacksmith. These blacksmiths made pots, pans and iron tools. These people traveling from one place to another to selling their goods. These people are known as banjaras. കിട്ടിയോ? ഇങ്ങനെ ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിൽക്കാൻ നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ബഞ്ചാരാസ് എന്ന് പറയാ. മനസ്സിലായില്ലേ മക്കളെ? Next paragraph. In Rajasthan, larger towns like Bikaner and Jodhpur can be reached by air, rail and road. Making roads and railway tracks on sandy soil is not easy. That's why there are few pakka roads and no railway lines connecting the villages. Thus people travel on camels or in camel carts. എന്താ പറഞ്ഞറിയോ? രാജസ്ഥാനിലെ ചില ഫേമസ് ടൗൺസ് ഉണ്ട്. ഏതൊക്കെയാ ഫേമസ് ടൗൺസ് രാജസ്ഥാനിലെ? ഫേമസ് ലാർജർ ടൗൺസ് ലൈക്ക് Bikaner and Jodhpur. Bikaner and Jodhpur are the famous town in Rajasthan. These places can be reached by air, rail and road. അതായത് ബിക്കാനറും ജോധ്പൂറും മെയിൻ ടൗൺ ആണ് രാജസ്ഥാനിലെ. അവിടെ നമുക്ക് ഏതിലെത്താൻ പറ്റും? എയർ വഴിയോ, അതായത് വിമാനം വഴിയോ അല്ലെങ്കിൽ ട്രെയിൻ വഴിയോ റോഡ് വഴിയോ ഒക്കെ എത്താം. പക്ഷേ ഈ നമ്മുടെ ഈ സാൻഡി സോയില് ഈ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താ പറയാ എയർ ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞത് ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. മനസ്സിലായോ? ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ടു മേക്ക് റോഡ്സ്, then facility of airports, then next one roads. This is very difficult to make it. ഇതൊക്കെ ഉണ്ടാക്കാൻ സാൻഡി സോയിലിൽ ഉണ്ടാക്കാൻ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? പക്കാ റോഡ്സ്. പക്കാ റോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കട്ട് റോഡില്ലേ, ടാർ ചെയ്യാത്ത റോഡില്ലേ, അതാണ് അവിടെ മിക്കതും ഉള്ളത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഡെസേർട്ടിലുള്ള ആൾക്കാർ ഏതിനെ ആശ്രയിക്കും? ഡെസേർട്ട് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ക്യാമൽ. അങ്ങനെ ക്യാമലിൽ അല്ലെങ്കിൽ കാള വണ്ടിയിലാണ്, പിന്നെ ക്യാമലിന്റെ വണ്ടിയിലാണ് ആൾ പോവുക, യാത്ര ചെയ്യുക. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഫേമസ് town in Rajasthan are Bikaner and Jodhpur. Bikaner and Jodhpur are the famous town in Rajasthan. These can be reached by air, rail and road. Then making roads and railway tracks on sandy soil is not easy. അത്ര എളുപ്പമല്ല. നമുക്കറിയാം ഡെസേർട്ടിൽ പൂഴിയാണ്, മണലാണ്. അതിൽ റോഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുക ഇറ്റ് ഈസ് നോട്ട് ഈസി. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. അങ്ങനെ അതുകൊണ്ട് then few pakka roads and no railway lines connecting the village. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? പക്കാ റോഡ്സ് മാത്രമേ ഉള്ളൂ. അവിടെ റെയിൽവേ ഇല്ല, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും? The desert people depend on camel. അതുകൊണ്ട് അവരെന്തിനെ യൂസ് ചെയ്യും? ക്യാമലിനെ യൂസ് ചെയ്യും. എന്തായിരുന്നു ദേവാഞ്ജന? ഒന്നാമത്തെ പാഠത്തിന്റെ രണ്ടാമത്തെ പാഠത്തിന്റെ പരീക്ഷ എന്ന് പറഞ്ഞിരുന്നു. മൺഡേ കഴിഞ്ഞ മൺഡേയിലെ പറഞ്ഞത്, അത് ലീവല്ലായിരുന്നോ? നെക്സ്റ്റ് മൺഡേ. ഓക്കെ. അപ്പൊ മിസ് പറഞ്ഞത് ഇത്രയും മനസ്സിലായോ മക്കളെ? ഇത്രയും മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒന്നും കൂടെ പറയാം. Then main agriculture in desert, wheat, maize, jowar and pulses. Then desert soil is very fertile. പിന്നെ Indira Gandhi Canal constructed here for irrigation. പിന്നെ rearing sheep and goat is an important occupation in desert region. Some people travel from one place to another with their cattle to find their foods. അത് അവരുടെ ആടിന്റെ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി ആടുകളുടെ കൂട്ടമായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് നോമാഡ്സ്. എന്താ പറയാ? നോമാഡ്സ്. വാട്ട് ഈസ് നോമാഡ്സ്? Some people travel from one place to another with their cattle, with their goats and sheep for find the food for them. These people are known as nomads. ഇവരെയാണ് നമ്മൾ നോമാഡ്സ് എന്ന് പറയാ. ഇനി ബഞ്ചാരാസ് എന്ന് പറഞ്ഞാല്
Some nomads are blacksmith. ചില nomads ഒക്കെ കൊല്ലന്മാരാണ്. These blacksmiths make pots, pans and iron tools. These nomads travel from one place to another with the goods to selling. വിൽക്കാൻ വേണ്ടി നടക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കി വിൽക്കാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന നോമാഡ്സിനെ പറയുന്ന പേരാണിത് ബഞ്ചാരാസ്. അത് ആടിനെയും കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഫുഡ് കണ്ടെത്താൻ പോകുന്നവരെ നമ്മൾ നൊമാഡ്സ് എന്നും, പിന്നെ ഈ അയണിന്റെ ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ നടക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? ബഞ്ചാരാസ് എന്നും പറയും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഫേമസ് ടൗൺ ഇൻ രാജസ്ഥാൻ ഈസ് ബിക്കാനർ ആൻഡ് ജോധ്പൂർ. ഇറ്റ് ക്യാൻ ബി റീച്ച്ഡ് ബൈ എയർ, rail and road. Then making roads and railway tracks on sandy soil is very difficult. So some pakka roads are and no railways line connecting from villages. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പക്ക റോഡ്സ് ഉണ്ട്, പക്ഷെ എന്തില്ല പിന്നെ റെയിൽവേ ഫെസിലിറ്റീസ് ഇല്ല. അതുകൊണ്ട് so the desert people depend on ക്യാമൽ. അങ്ങനെ അതുകൊണ്ടാണ് ഈ വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ എന്തിനു ഉപയോഗിക്കുന്നു? ക്യാമലിനെ ഉപയോഗിച്ചാണ് ഇവിടെ യാത്ര ചെയ്യുക. മനസ്സിലായോ? സുസൻ എന്തായാലും സൂസൻ പറഞ്ഞോ മോളെ, സൂസനെ പറഞ്ഞോ. പ്ലീസ് അൺമ്യൂട്ട് സൂസൻ. സുസൈൻ ഫാത്തിമ. എങ്ങനെ എക്സാമാ? എക്സാം 1 ഉം 2 മ്യൂട്ട് ചെയ്തേ മോളെ. തന്നെ വെക്കണം. ഓക്കെ, നോക്ക. ക്യാമൽസ് ആർ യൂസ്ഫുൾ ഇൻ ഡെസേർട്ട്. ഡെസേർട്ടിൽ ക്യാമൽസ് വളരെ ഉപയോഗപ്രദമാണ്. They are called the ship of the desert. Camels are very useful in the desert. Then camels are used for traveling from one place to another. ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ആനിമൽ ആണ് ക്യാമല്. They are called the ship of the desert. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയുന്നു? മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയുന്നു. Ship of the desert. Groups of people traveling together on camels form a caravan. അങ്ങനെ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ട്രാവലിംഗ് ടുഗദർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാര് ഒരുമിച്ച്, കുറച്ച് ആൾക്കാർ ഒരുമിച്ച് പിന്നെ ഒട്ടകവണ്ടിയിൽ പോകുന്നതിനാണ് നമ്മൾ എന്താ പറയാ? കാരവൻ എന്ന് പറയാം. മനസ്സിലായോ? ക്യാമൽസ് ആർ വെരി യൂസ്ഫുൾ ഇൻ ഡെസേർട്ട്. These camels are known as ship of the desert. അതുകൊണ്ട് ഇതിനെ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്ന് അറിയപ്പെടുന്നു. ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ട്രാവലിംഗ് ടുഗദർ ഓൺ ക്യാമൽസ്, അതായത് കുറെ ആൾക്കാർ ഒരുമിച്ച് ക്യാമലിൽ യാത്ര ചെയ്യുന്നതിനെ എന്ത് പറയും? കാരവൻസ് എന്ന് പറയും. അതാണ് കാരവൻസ്. കുറെ ആൾക്കാർക്ക് ഒരു ക്യാമലിൽ യാത്ര ചെയ്യുന്നതിനെ നമ്മൾ കാരവൻ എന്ന് പറയാം. മനസ്സിലായോ? Next one, the people of Rajasthan wear colorful clothes. Men wear bright turbans, while women wear gagras, blouses and dupatta. The handicrafts of Rajasthan such as tie and dye fabrics, ivory goods, stone statues and jewelry are very famous. നമ്മൾ പറഞ്ഞു അവരുടെ കൃഷിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, അവരുടെ കൾട്ടിവേഷനെ കുറിച്ച്, അഗ്രികൾച്ചറിനെ കുറിച്ച് പറഞ്ഞു, ലൈഫ് സ്റ്റൈൽ പറഞ്ഞു അല്ലെ, ലൈഫ് സ്റ്റൈൽ പറഞ്ഞു. നെക്സ്റ്റ് വൺ പറയുന്ന അവരുടെ ഡ്രസ് ആണ്. എന്താ ഡ്രസ്? The people of Rajasthan wear colorful clothes. രാജസ്ഥാനിലെ ജനങ്ങൾ നല്ല കളറുള്ള ഡ്രസ്സാണ് ധരിക്കുക. ഇനി men wear bright turbans. എന്താ മെന്ന് ധരിക്കുക? വൈറ്റ് ഡ്രസ് കണ്ടോ? കണ്ടോ? ടർബൻ മീൻസ് തലക്കെട്ടില്ലേ, നമ്മളെ തലപ്പാവ്, തലയിലൊരു കെട്ടൊക്കെ കണ്ടോ, ചുമപ്പ്. While women wear gagras, അതായത് ലോങ് സ്കേർട്സും ബ്ലൗസും, നീളമുള്ള പാവാട അതിന് ബ്ലൗസ് ഒക്കെയാണ് അത് ധരിക്കുക. രാജസ്ഥാനിലെ ജനങ്ങൾ സ്ത്രീകൾ ധരിക്കുക. ഇനി the handicrafts of Rajasthan such as tie and dye fabrics. രാജസ്ഥാനിലെ ആൾക്കാരുടെ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നത് ടൈ ആൻഡ് ഡൈ ഫാബ്രിക്സ്, അതായത് കളർ കൊടുക്കുന്ന
കളർ ചെയ്യുന്ന കുറെ ഫാബ്രിക്സും പിന്നെ ഐവറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐവറി എന്ന് പറഞ്ഞാൽ എന്താ? ആനക്കൊമ്പില്ലേ? ഐവറി ഗുഡ്സ്, പിന്നെ സ്റ്റോൺ സ്റ്റാച്യൂസ്, അതായത് കല്ലുകൊണ്ടുണ്ടാക്കിയ സ്റ്റാച്യൂസ്, ജ്വല്ലറി, അതായത് കമ്മല്, മാല, വള, പാദസരം ഒക്കെ കാണുന്നില്ലേ? നമുക്കറിയാം, ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാദസരം അതൊക്കെ വെക്കാൻ വരും. അതൊക്കെ ആരാ? രാജസ്ഥാനിലെ ലേഡീസിനെ കാണാറില്ലേ നമ്മള്? ഇതൊക്കെയാണ് അവരുടെ മെയിൻ ആയ ജോലികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, രാജസ്ഥാൻ people wear colorful dresses, men wear bright turbans, while ladies wear gagras, blouses and dupattas. Handicraft of Rajasthan such as tie and dye fabrics, ivory goods, ആനക്കൊമ്പുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങള്, stone statues and jewelry. Okay, മനസ്സിലായോ? അപ്പൊ മിസ് ഒന്നുകൂടി ഇന്ന് പറയാം, ഇത്രയും കൂടി ഉള്ളൂ. ഇന്നെടുത്ത കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ലിസൺ. ഇന്ന് നമ്മൾ പറഞ്ഞത് അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചർ ഇൻ ഡെസേർട്ട് പീപ്പിൾ ആർ wheat, maize, jowar and pulses. Wheat, maize, jowar and pulses are the main cultivation in desert people. Desert soil is very fertile, so we can cultivate there. Then Indira Gandhi Canal constructed here for irrigation. അവിടെ വെള്ളത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ എന്ത് നിർമ്മിച്ചു? ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മിച്ചു. പിന്നെ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ നമ്മൾ പറഞ്ഞു. റിയറിംഗ് ഗോഡ്സ് ആൻഡ് ഷീപ്പ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഒക്കുപേഷൻ ഇൻ ദ ഡെസേർട്ട് പീപ്പിൾ. ഡെസേർട്ട് ജനങ്ങളിലെ ഏറ്റവും മെയിൻ ആയ ഒക്കുപേഷൻ എന്ന് പറയുന്നത് ആടിനെ വളർത്തലാണ്. പിന്നെ ദ ആനിമൽസ് നീഡ് ഗ്രാസ് ടു ഈറ്റ്. They rearing animals, they rearing goats and sheep, so these sheep needs grass to eat, alle? So the owners of the goats and sheep travel from one place to another to find the food. അങ്ങനെ ഇതിന്റെ ഫുഡ് കണ്ടെത്താൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. അവരെ പറയുന്ന പേരാണ് ഇത് nomads. Nomads are the desert people travel from one place to another to find the food. Find the animals food. അത് അവരുടെ ആനിമലിന്റെ ഫുഡ് കണ്ടെത്താൻ വേണ്ടി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഡെസേർട്ട് പീപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയാ? നോമാഡ്സ് എന്ന് പറയാ. നോമാഡ്സ് ഡു നോട്ട് ഹാവ് their own home. അവർക്ക് എന്ത് സ്വന്തമായിട്ട് അവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹൗസ് ഇല്ല. their own permanent house. Do not have permanent house. പിന്നെ നമ്മൾ പറഞ്ഞു some nomads are blacksmith. blacksmith പറഞ്ഞാൽ കൊല്ലന്മാര്. നമ്മുടെ നാട്ടിൽ കൊല്ലൻ എന്ന് പറയും, ഇരുമ്പിന്റെ ഒക്കെ പണിയെടുക്കുന്ന ആള്. some nomads are blacksmith. These blacksmith makes pots, pans, tools, etc. Tools with the iron. iron കൊണ്ട് ടൂൾസും പാൻസും, പാൻ മീൻസ് നമ്മൾ ആ ചട്ടികളൊക്കെ ഇല്ലേ, പാനും അതുപോലെ പോട്ട്സ് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കും. Then these nomads traveling from one place to another to sell the goods. അവരുണ്ടാക്കി ഈ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന നോമാഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ബഞ്ചാരാസ് എന്ന് പറയാം. മനസ്സിലായോ? ബഞ്ചാരാസ് ടൂൾസ്, അയൺ കൊണ്ട് കുറെ ടൂൾസും പാത്രങ്ങളൊക്കെ ഉണ്ടാക്കും. അത് വിൽക്കാൻ വേണ്ടി ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക് യാത്ര ചെയ്യും. അവരെ നമ്മൾ ബഞ്ചാരാസ് എന്ന് പറയും. പിന്നെ പറഞ്ഞത് ബിക്കാനർ ആൻഡ് ജോധ്പൂർ ആർ ദ മെയിൻ ടൗൺസ് ഇൻ രാജസ്ഥാൻ. ദീസ് ക്യാൻ ബി റീച്ച്ഡ് ബൈ എയർ, റെയിൽ ആൻഡ് റോഡ്. ഇനി നമ്മൾ പറഞ്ഞു മേക്കിംഗ് റോഡ്സ് ആൻഡ് റെയിൽവേ ട്രാക്സ് ഇൻ സാൻഡി സോയിൽ ഈസ് too difficult. അതായത് എന്താണ്? അത്ര എളുപ്പമല്ല, not easy. So some few pakka roads are there. People depend camels to travel one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ അവര് ക്യാമൽസിനെയാണ് ഉപയോഗിച്ചത്. പിന്നെ camels are known as ship of the desert. ക്യാമൽസിനെ നമ്മൾ അവിടുത്തെ ship of the desert എന്ന് പറയുന്നു. മരുഭൂമിയിലെ കപ്പൽ എന്നാണ് അറിയപ്പെടുന്നത്, ship of the desert. പിന്നെ groups of people traveling together on a camel. ഒരു ക്യാമലിന്റെ പുറത്ത് കുറെ ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് എന്തുണ്ടാക്കും? കാരവൻ എന്ന് പറയും. ആ വണ്ടീനെ നമ്മൾ കാരവൻ എന്ന് പറയാ. കാരവൻ മീൻസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ട്രാവലിംഗ് ടുഗദർ ഓൺ എ ക്യാമൽ. ക്ലാസ്സിൽ എന്തായിരുന്നു പഠിപ്പിച്ചത്? പറയാം മോളെ, ഇത് പറഞ്ഞു കഴിഞ്ഞ് പറയാം കേട്ടോ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് രാജസ്ഥാൻ ജനങ്ങളുടെ വസ്ത്രത്തെ കുറിച്ചാണ് അല്ലെ?
Rajasthan people wear colorful dresses, colorful clothes. Men wear bright turbans. Turbans means talakpavu, talakettu. Women wear gagras, long skirts. Gagras and blouses. Handicrafts of Rajasthan such as tie and dye fabrics, ivory goods. Ivory goods, stone statues and jewelry works. These are the main occupation of Rajasthani people. Okay? Any doubt anybody? Isn't പറഞ്ഞത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? You have understood. Please show your thumb like this. If you have no doubt, please show your thumb like this. Yes, Kriba is okay. Shefi okay. Sarah, Alna, S, Muhammad Nihal, Sridev Krishna, okay. Ashin, S, Ebin Biju, Devanjana, S, Muhammad Shambil, S, Susan Fatima, Abdul Basit, okay. Okay, I think you have understood, okay? Yes, I think you have no doubt. Then, who will read the lesson loudly? ആര് വായിക്കും ഇന്ന് പഠിപ്പിച്ചത്? Agriculture. Yes, Muhammad Nihal is ready to read. Okay, Muhammad. From agriculture. Agriculture മുതൽ വായിച്ചാൽ മതി ട്ടോ. Wheat, maize, jowar and pulses are the major crops grown in the desert region. The desert soil is fertile. Thus, wherever the land is irrigated, crops can be grown. For this region, the Indira Gandhi Canal has been constructed. Constructed alla mone, constructed. Constructed. Ah, yes. Okay, please stop Nihal. Next one, Alna, please read. Lifestyle of the people. Rearing sheep and goats is an important occupation in the desert region. The animals needed grass to eat. Hence, the owners had to move with their head of cattle from place to place in search of food. Such people are called nomads. They do not have a permanent home. Okay, please stop there. Alna, Abdul Basit, please read. Please read the next paragraph. Abdul Basit. Abdul, please unmute. Such people such people ആണോ? Such people are അത് കഴിഞ്ഞു next paragraph. Some nomads are blacksmiths. They make pots, pans and iron tools. Pots and pans and iron tools. The travel through villages selling these goods. These nomads are called Banjaras. Okay, please stop. Abdullah, kore പ്രാവശ്യം text വായിക്കാട്ടോ. Read many times. Okay? Yes, next one. Shambil. Muhammad Shambil, please read.
Next one. Christy Cinda. Christy, please read the lesson. In Rajasthan, in Rajasthan. Yes. In Rajasthan, largest notes like Sounds like. Bikaner Bikaner and Jodhpur. Jodhpur can be reached by air, rail and road, making roads and railway. roads and Railway. track on Sandy soil. Sunday soil. Not Sunday, sandy soil. What means sandy soil is not City. city. Easy. Is not easy. That is Why there are few Pakka roads and no railway lines. Connect The villages. The provide the people climb in Camels or in camel car. Okay. Yes. But dear students, our time is going to over. We have only 2 minutes more. Okay. I think you have no doubt. You are okay. Then today's homework. Read the lesson 3 times. Read the lesson 3 times. Yes, Kriba Mary. Have you any doubts? Yes, please unmute and ask me. No doubt. If you have any doubts, no. Okay, okay. Yes, I think you have no doubt. You are okay. So your homework, today's homework is read the lesson 4 times. Read the lesson not 3. Read the lesson 4 times. 4 പ്രാവശ്യം വായിക്കുക. Read the lesson 4 times and ask your parents to put the sign on it. Okay. Don't forget, ask the parents, please sign on it. മറക്കാതെ sign ചെയ്യിക്കുക and send me through WhatsApp. Okay. Yes. Then Monday we'll have an exam, lesson 1 and 2. Don't forget, social exam will be on Monday, lesson 1 and 2. You have 2 days more. Okay. Okay, Susan. Okay. Apom, time is going to. Tata, bye bye. See you. Okay, bye bye.